ഈ കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് എമർജൻസിയിൽ നമുക്ക് പിള്ളേർക്ക് വേണ്ടിയുണ്ട്. അത് മുട്ട ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു നാളത്തേക്ക്. പനി മഹാമഹമാണ് ഇവിടെ. ഇത് നമ്മൾ തുടങ്ങുവാണ്. ഇന്നലെ ഒന്നും ചെയ്യാൻ വയ്യായിരുന്നു, എല്ലാവരും സിക്കായിരുന്നു. അപ്പം പരാതി പറഞ്ഞതിൻ്റെ പുറകെ നടക്കാനുള്ള എൻ്റെ ചേട്ടനും പനി പിടിച്ചു. അപ്പം മുഴുവൻ ഇവിടെ ദുരന്ത ഭൂമിയായിട്ട് കിടക്കുവാണ്. കുട്ടീനെ കൊണ്ടുപോയി വിട്ടു, ഡേ കെയറിൽ വിട്ടു. അത് കഴിഞ്ഞ് പിള്ളേർ സ്കൂളിൽ പോയി. ഇന്ന് അവർക്ക് സമയം കിട്ടിയില്ല, അവരല്ലെങ്കിൽ ബെഡൊക്കെ വിരിച്ചിട്ടിട്ട് പോകുന്നതായിരുന്നു. അങ്ങനെ ഫുള്ള് ഇന്നിപ്പം നമ്മുടെ ഒരു ഡേ ആണ് കാണിക്കുന്നത്. എല്ലാ റൂമും സക്കലതും ഒരുക്കുരുത്തായിട്ട് കിടക്കുവാണ്. പാവം എൻ്റെ ചേട്ടൻ എൻ്റെ രോഗിയായിട്ട് മൂടി പൊതിച്ച് കിടക്കുന്നു. ചേട്ടാ എന്നെ ചേട്ടൻ നടക്കണേ. ചൂടുണ്ട് കേട്ടോ, പനിയുണ്ട്. കുറുന്തോട്ടിക്കും വാദമോ? നമ്മുടെ ഈ ബെഡ്റൂമിൽ നല്ല രസമുള്ള റോസാപ്പൂവിൻ്റെ ഫ്രെയിം ഉണ്ടായിരുന്നു. എസ്കുട്ടി നിൽക്കാൻ തുടങ്ങിയ സമയം തൊട്ട് അവനിങ്ങനെ താഴേന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് അതങ്ങനെ പൊട്ടിച്ച് എടുത്തു. ഞാൻ ജനൽ തുറക്കട്ടെ, കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊള്ളാൻ. വാട്ട് യു തിങ്ക്? സൺലൈറ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി ചെയ്യാം. എസക്കുട്ടി വലുതായിട്ട് കരഞ്ഞില്ല കേട്ടോ, ഡേ കെയറിൽ വിട്ടിട്ട്. ചെറുതായിട്ട് അവനവൻ്റെ എൻ്റെ റെഗുലർ ചേച്ചിയുടെ കയ്യിലോട്ട് പോയതുകൊണ്ട് അവന് കുഴപ്പമില്ലായിരുന്നു. -5 ആണേ ഇന്ന് മോർണിംഗ്. വെതറൊക്കെ ഉണ്ട്, നല്ല ഫ്രോസ്റ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മുടെ ഗാർഡനൊക്കെ നമുക്ക് കുറേ പരിപാടികൾ ഇപ്രാവശ്യം പ്ലാനിലുണ്ട്. ഇവിടെ എല്ലാം ഒന്ന് സെറ്റാക്കണം, വെജിറ്റബിൾസ് നമുക്ക് നടണം, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് ഈ ഏപ്രിൽ അത് ചെയ്തു തുടങ്ങണം. അതുകൊണ്ടോ കഞ്ഞിക്കലൊക്കെ കൊണ്ട് ലിവിങ് റൂമിൽ വെച്ചാൽ നമ്മുടെ അസുക്കുട്ടി നല്ല തൂക്കിക്കൊണ്ട് വെച്ചാൽ തിരിച്ചെടുത്തുകൊണ്ട് വയ്ക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ബിഹൈൻഡിലിട്ടിട്ട് പോയെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് പരാതി പറയാൻ ചേട്ടനില്ല, അല്ലെങ്കിൽ ഇതൊന്നും എടുത്തു വെച്ചില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്യാതെ കിടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമം പറഞ്ഞുകൊണ്ടിരുന്നേനെ. ഇനിയിപ്പോൾ അത് പറയാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചൊറിയണ്ട. ആദ്യമേ തന്നെ വേസ്റ്റുകളൊക്കെ കളഞ്ഞ് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പം 8 മണിയായി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടാണ് പാത്രങ്ങൾ കഴുകാൻ പോകുന്നത്. മെഷീൻ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഈസിയർ ആട്ടോ ആ കാര്യത്തിൽ. ആയിരിക്കണ കാപ്പി ഒറ്റ ഒലിക്ക് എടുത്ത് കുടിച്ചേ. ഒറ്റ ഒലി കുടിക്കുക, പയ്യെ കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കില്ല. നല്ല ചൂടാണോ? മരുന്ന് കാപ്പി അത്. ചുക്ക് നമ്മുടെ നാട്ടിൽ പനിയുള്ളപ്പം ചുക്ക് കാപ്പി കുടിക്കുകയല്ലേ. ഞാനൊരിക്കലും പണ്ട് ചെറിയ സ്കൂളിലായിരുന്ന സമയത്ത് പപ്പയ്ക്ക് പനി പിടിച്ചപ്പം കാപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരപ്പം പപ്പ അത് എന്നും പറയും, എൻ്റെ ആ കാപ്പി കുടിച്ചിട്ട് പപ്പയുടെ പനി മാറിയെന്ന്. ചേട്ടൻ്റെ പനി മാറുമല്ലോ നോക്കട്ടെ. പക്ഷെ പപ്പയ്ക്ക് ഇട്ട് കൊടുത്ത കാപ്പിക്കകത്ത് ഞാൻ തുളസി ഇട്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് തുളസി കിട്ടാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ മിൻറ്റില്ലേ, ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന പുതിന, മിൻറ്റിൻ്റെ ഉണങ്ങിയ ഒരെണ്ണം പൊടിച്ചിട്ടിട്ടുണ്ട്. ആദ്യമേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടും പുറകെ നടന്ന് എന്നെ സഹായിക്കാൻ വരിക വയ്യാന്ന് പറഞ്ഞിട്ടും എന്താണ് ഉദ്ദേശം? അത് ഇരിക്കണ്ട, പോയി കിടന്ന് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. പ്രോട്ടീൻ പനിയുള്ളപ്പോൾ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന് ചിന്തിക്കരുത്. കാരണം വേറെ കുഴപ്പമില്ലാത്തപ്പോൾ നമ്മൾ മുട്ടയുള്ള സംഭവമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ മുട്ട കഴിക്കുന്നത് നല്ല, പനി പെട്ടെന്ന് മാറും. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാലേ, പിള്ളേരൊക്കെ ഇത്രയും വലുതായില്ലേ, ഇച്ചാൻ തന്നെ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും കൂടെ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അവർക്കും ഇഷ്ടമുണ്ടാവും അത് കൂടാനായിട്ട്. നമ്മളാ മറ്റേ മണ്ണ് മാന്തുന്ന പോലത്തെ സാധനമല്ലേ,
ആ സാധനം പിന്നെ ഗ്ലൗസ് ഇത്രയും മേടിച്ചാൽ മതി. ഇച്ചായ ഞാൻ എന്നെ ഇച്ചായ കാണുന്നേ. അപ്പം എൻ്റെ കാപ്പി ഏറ്റു, എൻ്റെ ചുക്ക് കാപ്പി ഏറ്റു, എൻ്റെ ചുക്ക് കാപ്പി ഏറ്റോ നോക്കട്ടെ. പനി മാറി. സീരിയസ്ലി പനഡോൾ എടുത്തായിരുന്നോ? ഇതിൽ പകുതി സംഭവങ്ങളും ഉണ്ടല്ലോ ക്ലീൻ ആയിട്ട് വാഷ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെയാണ്. നമ്മൾ എസക്കുട്ടി തൂക്കിയെടുത്ത് കളിച്ചുകൊണ്ട് നടക്കുന്നതാ. എന്നിട്ട് എല്ലായിടത്തോടെ നിരത്തി ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേനാട്ടോ. തീർന്നു കണ്ട ഇത്രയുണ്ട് ഇനി ബാക്കി. നിരത്തിയിട്ടേക്കുന്ന പകുതി സാധനങ്ങളും കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഫാമിലി വലുതായി കഴിഞ്ഞാൽ ഡിഷ് വാഷർ ഉള്ളത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അല്ലേ? സ്പ്രിംഗ് ആയി കഴിയുമ്പോൾ കാണുന്നൊരു കാഴ്ച കേട്ടോ. റോഡ് ബ്രഷ് ചെയ്യുന്നുണ്ടോ, മെറ്റലുകളെല്ലാം ബ്രഷ് ചെയ്ത് ആ മെഷീൻ കൊണ്ടുവന്നു. എന്നിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് വാഷ് ചെയ്തിടുകയും ചെയ്യും. ഇനി പൈസ മാറിയല്ലോ, പ്ലസ് അല്ലേ. അപ്പോൾ സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ ചരലിൽ തെന്നി അടിച്ച് വീഴാതിരിക്കാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യത്. റോഡ് ടാക്സ് കൊടുക്കുന്നുണ്ട്, ഉപകാരമുണ്ട് കേട്ടോ. കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ അത്യാവശ്യം പരിപാടികളെല്ലാം തീർന്നു. ചോറിനായി ചായ ക്ലീനിങ് നടക്കുന്നതിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മൾ ചോറുണ്ടാക്കി. കുറച്ച് വെള്ളരിക്ക ഇട്ട് മോര് കറി വെച്ചു. പിന്നെ കുറച്ച് മട്ടൺ റോസ്റ്റ് ചെയ്തു. കുറച്ച് ബീട്രൂട്ട് തോരനും ഉണ്ടാക്കി. ഇപ്പോൾ കുക്കിംഗ് തീർന്നപ്പോഴേക്കും ക്ലീനിങ്ങും റെഡിയായി, ഫുഡും റെഡിയായി. ഓക്കെ, നമുക്ക് കഴിക്കാം. പിള്ളേർ വരാറായി. വെള്ളരിക്ക ഇട്ട മോര് കാച്ചിയത്. ഒരു മണി എന്നുള്ള 2 മണി 2:15 കേട്ടോ. നമുക്ക് ഇച്ചിരി ഹെവി ക്ലീനിങ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത്ര ലേറ്റ് ആയത്. ഇത് തുറന്നപ്പോൾ തന്നെ മറ്റേ നമ്മുടെ നാട്ടിൽ ഈ പാക്കറ്റ് കിട്ടുന്ന അച്ചാറില്ലേ, അതിൻ്റെ മണമാണേ. നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കറക്റ്റ് മറ്റേ നാരങ്ങ അച്ചാറ്. ഹലോ, ബാഗ് കടുക്കളയിലാണ് കൊണ്ടുവയ്ക്കുന്നേ. ഹായ് ചക്കി. ഹലോ. അല്ല, ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ചക്കി അവിടെ നിന്ന് വരുവായിരുന്നു. ഞങ്ങളിതിൽ വർത്താനം കേട്ടോ നോക്കിയതാ. എന്താ മറന്നു? ആർക്കാ കൊടുത്തിട്ട് പോരാ. രണ്ടുപേരും പിടിച്ചു വലിച്ചോണ്ട് പോവാണോ? തമ്മിൽ ഉണ്ടാക്കുവാണോ? അയ്യോ, എങ്ങോട്ട് പോയി? മമ്മേന്റെ പാല് കുടിച്ചിട്ട് മാത്രം നമ്മളെടുത്ത് വരുള്ളൂ. വരൂ നമുക്ക് റൂട്ടീനാണിത്. പുറത്തോണ്ടേ കയറിയെന്ന് അവനെ കൊണ്ടുവന്നേ ഉള്ളൂ. കൊണ്ടുവന്ന അകത്തൊന്ന് പാലുകൂടി കഴിഞ്ഞിട്ട് പിന്നെ അവനിങ്ങനെ നിൽക്കണു. ഇപ്പം മാളി ചേച്ചിക്ക് എന്താണ് ഇവിടെ പരിപാടി? ഓ ആണോ? എന്താ സന്തോഷം. ഓ എന്റെ അമ്മോ, ഫുട്ബോൾ കളിച്ചു ആണോ? ആണോ ചക്രക്കുട്ട? ഫുട്ബോൾ കളിച്ചാണോ? സൺസ്ക്രീൻ തൂത്തായിരുന്നോ മോനെ? ഓ സൺസ്ക്രീൻ തൂക്കാൻ അങ്ങനെ വെയിൽ തീർത്തണ്ടപ്പാ.
ചേച്ചിമാരെ രണ്ടും ഉണ്ട് അസുക്കുട്ടിയുടെ കൂട്ടത്തില. ജോണിക്കുട്ടി പിന്നെ കൂട്ടുകാരൻ്റെ അടുത്ത് ഫുട്ബോൾ കളിയാണ്. ഇപ്പോൾ വരും. വേണ്ട, അവനകത്ത് കയറണ്ടേ? അവനകത്ത് കയറണ്ടേ? ഇതിന്റെ മോള് തലയിൽ അത് വെച്ചേക്കണ. വിന്റർ ക്യാപ്പ് ഇടാതെ ബെഡ്റൂമിൽ ഇത് റൂമിൽ യൂസ് ചെയ്യണതിട്ടുണ്ട്. സ്കൂള് വിട്ട് വന്നിട്ട് ഇതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കേക്കാത്ത തന്നെയായിരുന്നു മോള്. നിർബന്ധമാണ് ഇവർക്ക് എന്തോ ചെയ്യണത്. എന്നാ ചെയ്യണേ? എന്നതാ? ബ്രൗണി ഉണ്ടാക്കാൻ പോണോ? ഓക്കെ, എന്നൊക്കെ വേണ്ടി ബ്രൗണിക്ക് വേണ്ടിട്ട് ഈ ടേബിളിന്റെ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ നിരത്തിയിട്ടിട്ടാണോ ചെയ്യുന്നേ? ഫുൾ ടേബിളെ നിരത്തി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ആ കോർണറിലോട്ട് പോണം കേട്ടോ. ഇങ്ങ് വന്നേ, ഇതെടുത്ത് ഇവിടുത്തെ മുട്ട എടുത്തേ. എന്നിട്ട് ആ സൈഡിൽ കൊണ്ടുപോയി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുപോയി. കാരണം മുട്ടയൊക്കെ ഉരുണ്ട് പൊട്ടിക്കഴിഞ്ഞാല് ചേറെ കഴുക്കായ പിന്നെ ഓക്കെ. ഇതിന്റെ അകത്ത് നമ്മള് മെഷറിങ് ഇതനുസരിച്ചിട്ട് പഞ്ചസാരയൊക്കെ എടുക്കണോ? നല്ലതായിട്ട് വരുമോ? സൂപ്പറായിട്ട് വരുമോ? എത്ര നേരം എടുക്കും ബേക്ക് ചെയ്യാൻ? ഒരു 30 minutes to 1 hour. ഓക്കെ. ഇങ്ങനെ നോക്കി നിൽച്ചണേ. എന്നാ പറയണേ? അവിടെ ആരെ മോനെ? ആരെയാ കൊച്ചു വിളിക്കണേ? മിസ് റൈച്ചലിനെ വിളിക്കുവാണോ? ആണോ? മിസ് റൈച്ചലിനെ വിളിക്കുവാണോ? ആണോ? ഇല്ല, റൈച്ചല് വീട്ടിൽ പോയി. റൈച്ചല് നുക്ക് വയ്ക്കാൻ പോയി, ഉറങ്ങാൻ പോയി. ആന്ന് പാടി പാടി മടുത്തൊന്ന് റൈച്ചല്. ചേച്ചിയുടെ പാൻഡൂരിക്കളിയാണോ കുട്ടി? എന്നാ ചെയ്യണോടെ? എടാ ഭയങ്കര, നിനക്ക് എന്നാണ് ഇവിടെ പരിപാടി? ചക്കി ഇതേലും ചവിട്ടി കയറില്ലേ? ഓക്കെ, അത് അവിടെ കവർ ചെയ്ത് വെച്ചേക്കാണോ? ഡ്രോ തുറക്കാതെ. എസ്കുട്ടി ഇങ്ങ് വന്നേ. ബ്രൗണീസ് തിന്നണമെങ്കിൽ ഇങ്ങ് വാ, അല്ലെങ്കിൽ ഇന്ന് ചേച്ചിമാര് ലേറ്റ് ആവും. ഫിക്സ് ചെയ്തോ മാളു? പ്രസ് ചെയ്യണത്, അല്ലെങ്കിൽ അത് ക്ലിക്ക് കേട്ടോ. ഓക്കെ, എസ്കുട്ടി ഇങ്ങ് വന്നേ. ഇവിടെ വാ, ഇവിടെ വാ, ഇങ്ങ് വാ. നമുക്ക് പപ്പ എടുത്തു വാ. എന്നിട്ട് ചേട്ടൻ എന്നെ ഇതുവരെ വരാത്തെ? ചേട്ടൻ എന്നെ വരാത്തെ? ആഹാ ആഹാ, ഡാൻസ് ആണോ? ഡാൻസ് കുഞ്ഞുമോൻ ഡാൻസ് കളിക്കുവാണോ? ആണോ? സ്കില്ല് കാണിക്കുവാണോ? എടാ കുട്ടി, എണീക്കടാ അവിടുന്ന്. ഡേക്കറി പോയി വന്ന ജാക്കറ്റ് എവിടെയാണോ ഇടേണ്ടത്? ഇവിടെയാണോടാ? എസ്കുട്ടി, ഈ ജാക്കറ്റ് ആരുടെയാ? വാ, ജാക്കറ്റ് എടുക്ക്, നമുക്ക് കൊണ്ട് തൂക്കിയിടാം. വാ, ഇങ്ങ് വാ, ഓടി വാ, വാ. ഓ സൂക്ഷിച്ച്. ജാക്കറ്റ് എടുക്ക. എസ്കുട്ടിയുടെ ജാക്കറ്റ് ഇത് എടുക്ക്, ജാക്കറ്റ് എടുക്ക്. ജാക്കറ്റ് എടുക്ക്. അല്ല, പോകാനല്ലടാ, അതിൻ്റെ അകത്ത് കയറി ഇരിക്കാനല്ല പറഞ്ഞേ. എടുക്ക്, ജാക്കറ്റ് താ. മമ്മയ്ക്ക് താ ജാക്കറ്റ് തരുമോ? മമ്മയ്ക്ക് തരുമോ? ജാക്കറ്റ് തരുമോ? കീത്തോസ്, താങ്ക് യു ബേബി. കം. നമ്മൾ എവിടെ ജാക്കറ്റ് ഇടുന്നേ? തുറക്ക്, ഡോറ് തുറന്നു. യെസ്, ഗുഡ് ബോയ്. ഇവിടാണ് നമ്മൾ ജാക്കറ്റ് തൂക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈം ഇവിടെ കൊണ്ടുപോയണം കേട്ടാ. ഓനോ മുത്തേ. ഓ, എൻ്റെ പൊന്നു കുഞ്ഞാലേ. എന്നാ നീ അത് അടച്ചു വെച്ചോ? ഷൂസ് ഇടാൻ പോവാണോ? വായോ, ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. യെസ്, വേണമെങ്കിൽ ആ ഫുഡ് സ്റ്റൂൾ ഇവിടെ ഇട്ടിട്ട് അതിന് മേളിൽ ചവിട്ടി ചെയ്ത് ഞാൻ ചിലപ്പോൾ ഇച്ചിരൂടെ ഷോൾഡർ പെയിൻ കുറഞ്ഞിരിക്കും. ആ സീറ്റേ, ഈ സീറ്റ് ഇവിടെ കൊണ്ടുവയ്ക്ക. കറക്റ്റായിട്ട് എന്താണ് താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നേ? എന്നാ ഈ തൊപ്പി കൊണ്ടുവയ്ക്കേ. കൊച്ചിട്ട് തൊപ്പി വയ്ക്കേ. ബാ. യെസ്, അവിടെ വെച്ചേരാ, സൈഡ് വെച്ചേരാ. വാമാവട്ടെ. ബാറ്ററി അതാണോടാ അതിൻ്റെ സൈഡ്? അത് കുഞ്ഞു പാപ്പുവിൻ്റെ സൈഡ് ഇതാണോ? താങ്ക് യു. വാ. ഇതിൽ ചീച്ചിയാ. വാ. ഇനി നമ്മൾ അകത്ത് കയറി പോവാനേ. എസക്കുട്ടി തള്ളിക്കൊണ്ടിരുന്ന മിറർ അവിടെ പോയി, കാണാതെ പോയി. പപ്പ മിറർ മാറ്റിയിട്ട് വേറെ മിറർ വെച്ചു ഇവിടെ.
അതിനകത്ത് 150 ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു 50 കൂടി കട്ട് ചെയ്ത് വെക്കുവാണേ. അതിന്റെ ആവശ്യമില്ല, ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി, ഓയിൽ ഒഴിച്ചാൽ മതി. ഇവിടുന്ന് എടുത്താൽ കുഴപ്പമില്ലല്ലോ. അതിനേക്കാളും നല്ലത് ഓയിൽ ഒഴിക്കുക. നല്ല ടേസ്റ്റ് ആയിട്ട് കുഴപ്പമുണ്ട്. കട്ട് ചെയ്യുന്നുണ്ടോ? ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ കറക്റ്റാ. എന്നാ ഡിപ്സിയോലി എടുത്തോളൂ. താങ്ക് യു സോ മച്ച്. ഇതാ 1 ടേബിൾ സ്പൂൺ. പുതിയത് മേടിച്ചു അമ്മ. ഏതാ? ഒരെണ്ണം വെജിറ്റബിൾ ഓയിൽ, മറ്റേത് ഒലീവ് ഓയിലിന്റെയാ. അല്ല, മറ്റേത് ഒലീവ്. ഒലീവ് ഓയിലും റിപ്സിയോലിയും സെയിം ആണോ? അല്ല, ഒലീവ് ഓയിൽ ഒലിവ് കൊണ്ട് ഉണ്ടാക്കും. റെപ്സി ഓയിൽ മറ്റേ ഇത് ഒലിവ് ഓയിൽ കുറച്ചുകൂടെ നല്ല. സാലഡിലൊക്കെ നമ്മൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ടേസ്റ്റ് ഉണ്ട്, ഒലിവ് ഓയിലിന് സ്ട്രോങ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. മറ്റേ ഓയിലാണ് ടേസ്റ്റ് ഇല്ലാത്തത്, മണമൊന്നുമില്ല അതിന്. ന്യൂട്രൽ ഓയിൽ അത് അല്ല, ഇട്ടാ മതി. ഹലോ മാളു, ഇൻ കേസ് ബ്രൗണി കൊളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ പറയാലോ, ഞാൻ പറഞ്ഞിട്ടാന്ന് പറയാലോ. ഓഹോ, ജസ്റ്റ് ഇൻ കേസ്. പിള്ളേരെ അടുക്കള ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ സംഭവം ഈ സൈഡിലോട്ട് ഞാൻ വന്നിട്ടില്ല. ഇപ്പോഴും പ്രഗ്നൻസി സാധനങ്ങളും മറ്റേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ കണക്ട് ചെയ്യാറ്. റോ വൃത്തിയായിക്കൊണ്ടിരുന്നപ്പം എനിക്ക് കിട്ടിയതാണ്. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നേ? ചേട്ടൻ ഇത് കണ്ടിട്ട് എന്നാ തോന്നുന്നേ? ഒരു ചേട്ടനും ഒരു ചേച്ചി. ഒരു ചേട്ടനും ഒരു ചേച്ചിയായിട്ടാണോ? ഇത് ഒരമ്മയും കുഞ്ഞുമാണത്. എന്നിട്ട് അതിനകത്ത് എഴുതിയേക്കണ എന്നാന്നറിയോ? ദിസ് ലെറ്റർ ഈസ് ഹെവി. കാരണം ഗോൾഡ് ഹെവിയാണ്. ഐ വിൽ ഓൾവേസ് ലവ് യു മോം. യു ഓൾവേസ് മേക്ക് മീ സ്മൈൽ ആൻഡ് ഹാപ്പി. ചക്കി ചേടാ, എൻ്റെ ബർത്ത്ഡേക്ക് എനിക്കുള്ള തന്ന. എവിടെയായിരുന്നു ചൂൺകുട്ടി നീ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? വന്നപ്പോ തന്നെ അവൻ ചോദിച്ചു പുറത്ത് പോവാന്. ഫുൾ ടൈം ആണോ? യുഹ ആണെങ്കിൽ അല്ല, എന്റെ ഫ്രണ്ട് മറ്റേ ഒരു കാസൽ ഉണ്ടാക്കി വുഡ് കൊണ്ട്. പക്ഷെ അത് കാസൽ പോലെ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാക്ക് ചെയ്തേക്കണേ വോൾ പോലെ. എന്നിട്ട് അവിടെ ടൂൾസ് ഉണ്ട്, ടൂൾ ബോക്സ്. അവന് ഇഷ്ടമുള്ള ടൂൾസ് എടുക്കാൻ പറ്റും. ഒരു വുഡ് സ്ഥലത്താ ഇഷ്ടമുള്ള വേണമെങ്കിൽ പൊട്ടിച്ചാൻ പറ്റും. അപ്പം മറ്റേ വേണമെങ്കിൽ ഒരു ടൂൾ എടുത്തിട്ട് ഷാർപ്പ് ടൂൾ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല കുഞ്ഞു പിള്ളേർക്ക്. പക്ഷെ കളക്ഷന്റെ ആ കുഞ്ഞു സിസ്റ്റർ വന്ന ആ കുഞ്ഞു സിസ്റ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു കുഞ്ഞ് ഷാർപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ട്രീയില് ഇടിച്ചോണ്ടിരുന്നു. ഞാനും ഒരു ട്രീ പൊട്ടിച്ചാൻ നോക്കി. വലിയ ട്രീയില് ഇതൊരു സൈസ് ഉള്ള ഒരെണ്ണം. എന്നിട്ട് എന്നാ കട്ട് ചെയ്യാൻ നോക്കി. എനിക്ക് ഷാർപ്പ് ഉണ്ടാണോ, ഭയങ്കര ഷാർപ്പ്. അതെന്നാ ഇടിച്ച് ഇടിച്ച് പൊട്ടിച്ചാൻ കളഞ്ഞിട്ട്. ആരെങ്കിലും നിങ്ങൾ ചെയ്യണ ആരെങ്കിലും അഡൽസ് ആരെങ്കിലും കാണുന്നുണ്ടായിരുന്നോ? അഡൽസ് പോലെ ഒരു നമ്മളെക്കാട് കാരണം ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് വെച്ച് പാരന്റ്സ് ഇല്ലാതെ അഡൽസ് ഇല്ലാതെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആക്ച്വലി കളിക്കാൻ പാടില്ല. മമ്മയുടെ ഒരു കൊളീഗിന്റെ കണ്ണിന്റെ കാഴ്ച പോയതാ. മമ്മയുടെ കൊളീഗിന് ഒരു കണ്ണിന് കാഴ്ചയില്ല. ഇങ്ങനെ 7 വയസ്സുള്ളപ്പം കളിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ചവിട്ടി തെറിപ്പിച്ച് കളിച്ചിട്ട് ആണി തെറിച്ചതാ കണ്ണില്. ആ, അങ്ങനെ സംഭവിച്ചുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അങ്ങനെ കളിക്കാൻ പോകരുത് കേട്ടോ. അങ്ങനെ കളിക്കാൻ പോരുന്നല്ല, ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ച് കളിക്കരുതെന്ന്. മോനെ മോനെ കൈ കഴുകിട്ട് ജോൺകുട്ടി കൈ സോപ്പിട്ട് കഴുകുക. സോപ്പിട്ട് കഴുകിട്ട് കേട്ടോ. സോപ്പില്ലേ അവിടെ?
നന്നായിട്ട് തിരുമ്മി കഴിക്കേ. എന്തോരം ചെടി പോകണ്ടെന്ന് നോക്കട്ടെ. കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കയ്യിൽ നിന്ന് കാണട്ടെ ഞാന്. ആ തിരുമ്പ്, നന്നായിട്ട് തിരുമ്മി കഴുകുക. ശരിക്കും തിരുമ്പ, വിരലൊക്കെ തിരുമ്പ് നന്നായിട്ട്, വിരലിന്റെ അടിയൊക്കെ തിരുമ്പ, കൈയുടെ അകമൊക്കെ. ഒരു മിനിറ്റ് പോലെ മമ്മ നോക്കട്ടെ. ബ്രൗണി ഉണ്ടാക്കുക. ഹാപ്പി ആയോ? അത് തന്നെ മൈദ താഴ്ത്തി പിടിക്കേ. ആ ഫുള്ള് കഴിക്കളയാണോ? കണ്ടാ ചെളി കഴിയണുണ്ടോ? എന്റെ ഈ കൈ ഇതാണ്, നമ്മൾ പുറത്ത് പോയി വരുമ്പോ കൈ നല്ല വൃത്തിയായിട്ട് കഴുകണം കേട്ടാ. സോപ്പിട്ട് കഴിയിട്ട് നമ്മൾ അകത്ത് കയറാം. എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തിനാ സിക്കായിട്ട് പോയത്. ഇന്നലെയാണ് സിക്ക്. ഇന്ന് സിക്കല്ലായിരുന്നു ചോടിക്കുട്ടി. ഇന്നലെയാണെങ്കിൽ പിന്നെ തീസ്ഥാനിയാണ് സ്റ്റാർട്ട് ആയേ. ഇന്നലെയാണെങ്കിൽ ഞാൻ സിക്കാണ്, പങ്കരയായിട്ട് എനിക്കൊന്നും തിന്നാൻ പറ്റില്ല. എനിക്ക് പങ്കര നടക്കുമ്പോ തന്നെ എനിക്ക് തലവേദന എടുക്കും, അതുപോലെയാണോ. അതുകൊണ്ട് ഇന്ന് ഇരിപ്പാണെങ്കിൽ എനിക്ക് നല്ലതാണ്, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അവിടെ തൂക്കിയിടാൻ പറ്റുമോ? ആട്ട അവിടെ വെക്കാം. ചേച്ചി ഒരാളെ കൈ കഴിച്ചപ്പോഴേക്കും നേട്ട ചെരുപ്പ് എടുത്തോണ്ട് ഓർന്നു. ഇവിടെ പാടവിടെ, ഇവിടെ പാടവിടെ, ഇവിടെ പാടവിടെ, ഇവിടെ പാടവിടെ. ഫുട്ബോളാണോ അത്? അത് ഒളിച്ചിച്ചാണോ? അത് ഒളിച്ചിച്ചാണോ? എസക്കുട്ടി, 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 എസക്കുട്ടി. എന്തോ കണ്ടു വിച്ചേ. ഏസക്കുട്ടി, ഏസക്കുട്ടി ഒളിച്ചിച്ചാണോ? അത് ഒളിച്ചിച്ചാണോ? അയ്യോ ഏസക്കുട്ടീനെ കണ്ടില്ലല്ലോ, ഏസക്കുട്ടീനെ കണ്ടില്ലല്ലോ. ഒളിച്ചിച്ചാണോടാ കള്ള? അത് ഒളിച്ചിച്ചാണോടാ കള്ള? ചേട്ടനെ കാണാതെ ഒളിച്ചിരിക്കണയാണോ? ഒളിച്ചിരിക്കും. സീറ്റേല് വീടെടുത്തിട്ടോ മാള്? എന്തോ ഉണ്ട്? തപ്പിയോ നിങ്ങളാ? എന്നാ പറഞ്ഞേ? ഹോട്ട് ചോക്ലേറ്റ് പൗഡർ മേടിക്കാൻ പോവാ. ഹോട്ട് ചോക്ലേറ്റ് പൗഡർ ആണോ വേണ്ടേ? ചോക്ലേറ്റ് പൗഡർ അതെ ബേക്കിംഗ് ചോക്ലേറ്റ് ആണോ? ഓക്കെ. അതിന് പൊടി വേണം നിർബന്ധമുണ്ടോ? കാരണം നമ്മുടെ ചോക്ലേറ്റ് ഇരിപ്പുണ്ട്. ഓക്കെ. അപ്പൊ അത് തീർന്നു വേണ്ട പിള്ളേർ അത് മേടിക്കാനായിട്ട് പോവാ. എന്നാപ്പാ നേരെ പോയില്ലാണോ? ആദ്യം അകത്ത് കയറിയപ്പോ ഞാൻ ചോദിച്ചു എനിക്ക് കാണാൻ പറ്റും എന്തൊക്കെയാ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്ട്. അപ്പഴ എന്റെ ഗിഫ്റ്റ് കണ്ടു. അവൻ ഓർഡർ എടുത്താന്നോ ഇല്ല, അവൻ ഓർഡർ പെട്ടെന്ന് ചെയ്തു. ഫുള്ള് ചെയ്ത ഹാഫ് ചെയ്തു. അവനക്ക് ഇൻസ്ട്രക്ഷൻ പോലെ ആവശ്യമില്ലാണ്, നേരെ ചെയ്തു. എന്നിട്ട് അവർക്ക് ചോദിച്ചു എനിക്ക് ഇൻസ്ട്രക്ഷൻസ് ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെയാണത്. അപ്പൊ ഞാൻ കാഞ്ചി കൊടുത്തു അവിടെയാണ്. അപ്പൊ കണ്ട കാലത്ത് അവന് എപ്പം യൂസ് ചെയ്തു. എന്നിട്ട് ആ ബോക്സ് എടുത്തിട്ട് അവൻ പറഞ്ഞു ഇതൊക്കെ ഇടിച്ചാല് അതുപോലെ. എന്നിട്ട് ഒരു ബബിളും ഉണ്ട്, ഭയങ്കര നല്ല ബബിളാ. ഒരു ബട്ടൺ നിൽക്കെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഓപ്പൺ ആവും. ആക്ച്വലി അതൊരു സ്റ്റിക്കാ. എന്നിട്ട് അത് പ്രസ് ചെയ്യെങ്കിൽ അത് ഇതുപോലത്തെ ഒരു ബബിളാവും. ഇതുപോലെ ചെയ്യുമ്പോ വലിയൊരു ബബിളാവും. പിന്നെ ചക്കിക്ക് പാത്രം കൊടുത്തു, പക്ഷെ അവള് വിട്ടു. അങ്ങനെ എന്റെ തൊട്ട് പോയി. മാളു ക്ലിയർലി പിടിച്ച CCTV ക്യാമറ വേണമെങ്കിൽ ചെക്ക് ചെയ്യും. ഇപ്പൊ എന്താണേലും ഇതൊക്കെ ചെയ്യുമ്പം ഇങ്ങനെയൊക്കെ നോർമലാണ്, സ്വാഭാവികമാണ്. ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും പട കൂടിക്കൊണ്ടിരിക്കാതെ സംഭവം സോൾവ് ചെയ്യാൻ നോക്കുവാണ് വേണ്ടത്. സൊല്യൂഷൻ കാണുക ഫാസ്റ്റ് ആയിട്ട്. അല്ലേ? സെറ്റായോ? നൈസായിട്ട് ഓരോരുത്തരുടെ തലയിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഞാനല്ല, അവളല്ല, ഞാനാ. ഇപ്പൊ വഴക്കൂടി കഴിഞ്ഞിട്ട് ബ്രൗണിയുടെ ടേസ്റ്റ് കുറഞ്ഞു പോവോ? മെയ്ഡ് വിത്ത് ഹെയ്റ്റ് ആണോ? അപ്പൊ ടേസ്റ്റ് കൂടുതലായിരിക്കോ? അതാ സാധനം എടുത്ത് വെച്ച് കളഞ്ഞോ? ഇവിടെ മെയ്ഡ് വിത്ത് ഇത് കണ്ടില്ലേ, ലവ് ആയിട്ടുള്ള സാധനം മാത്രം ഇവിടെ ഉണ്ടാക്കിയാൽ മതി. ഹെയ്റ്റ് ആയിട്ടുള്ള ഒന്നും ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. എല്ലായിടത്തും വേസ്റ്റ് കളഞ്ഞോ? അതൊന്നും സാരമില്ല. ഹെയ്റ്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. അതെടുത്തുകൊണ്ട് വേസ്റ്റ്. അതെ, അപ്പനും അമ്മയൊന്നും കഷ്ടപ്പെട്ടത് അടുക്കളയില്.
നമ്മൾ കഷ്ടപ്പെട്ട് സെറ്റാക്കിയ സ്ഥലമാണ് പിള്ളേർ നിമിഷം കൊണ്ട്. പക്ഷെ അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ക്ലീൻ ചെയ്യുന്നല്ലേ. ഇപ്പൊ എനിക്ക് നിങ്ങൾ വീട് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ നോക്കുമല്ലേ, അത് മൊത്തം കംപ്ലീറ്റ് ആണ് ഞങ്ങളുടെ റൂം കൂടെ സെറ്റ് ആകുമ്പോൾ അത് പെയിന്റ് ചെയ്യാൻ പോകും, വൈറ്റ് ആക്കാൻ. ചേർത്തി എഴുതിക്കൊണ്ട് വിടരുത് എന്തായി. ഇപ്പൊ ഇത് ട്രെയിലാക്കുക, ഇച്ചിരി ചെറുതിലാക്കാൻ മേലായിരുന്നു. അപ്പൊ ഇത് ട്രൈ ഇച്ചിരി വലുതായി പോയോ? അല്ല അങ്ങനെ നല്ലതാ, ബിക്കോസ് അതിന്റെ മേലെ തന്നിട്ട് സോസ് ഒഴിയുമ്പോ ലീക്ക് ആവില്ല. സോസ് അല്ല മറ്റേ സാധനം. ചെറിയ തണുപ്പുണ്ട് ഈവനിങ്ങും മോർണിംഗിലും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തീയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീയുടെ താഴെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ഇതുപോലെ ഒരു നോബായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, ലോക്ക്. ഇതിപ്പോൾ മാറ്റിയപ്പോഴേക്കും ആളി കത്തുന്നുണ്ടോ. പക്ഷേ അതുകൊണ്ട് നമ്മളിത് അതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണം, എന്നാലാണ് ഇങ്ങനെ എരിഞ്ഞ് കത്തുള്ളൂ. ആളി കത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം വളഞ്ഞു പോകും. ജോണിക്കുട്ടി കുഞ്ഞായിരുന്നപ്പോ അവന്റെ ഹോബി ആയിരുന്നു അത് ഇളക്കി പറിച്ചെടുക്കുക എന്നുള്ളത്. മാളും ചക്കിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാരും തിരിച്ചു ഇളക്കിയൊക്കെ വെച്ചേക്കായിരുന്നു. ജോണിക്കുട്ടി അത് പൂർത്തിയാക്കി. എസക്കൂട്ടം വന്നപ്പോ പിന്നെ എസക്കൂട്ടിന് അതിന്റെ ഇടയിലാണ് എന്തെങ്കിലും മാന്തലൊക്കെയാ പരിപാടി. ഓക്കെ, ഇപ്പൊ അതിന്റെ സൗണ്ട് ഇച്ചിരി കുറഞ്ഞു, ഫോഴ്സ് ഒരു പൊടിക്ക് കുറഞ്ഞു അല്ലേ. പിന്നെ ഇച്ചിരിയൊക്കെ മെസ്സായാലും അകത്തോട്ട് ചെല്ലുന്നുണ്ട് മേത്തേക്കട. ഇനി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കുളിക്കും. അതിനെ കിച്ചണിലിരുന്ന് കൊടുക്കാമായിരുന്നു, പക്ഷെ അവിടെ ബേക്ക് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോയില്ല. മറ്റേ മൊക്കപ്പാല് ബേക്ക് ചെയ്തെടുക്കുന്ന സാധനത്തിനൊക്കെ നല്ല മീറ്റിന്റെയും ചോറിന്റെ ഒക്കെ ടേസ്റ്റ് വന്നാലോ. സ്റ്റോപ്പ്. അല്ല, ഇതിന്റെ അകത്തെ ഇവന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ. നമ്മുടെ ചോറും പിന്നെ ബീട്രൂട്ട് തോരൻ വെച്ചാൽ ഞാൻ മുളക് ചേർത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ബീട്രൂട്ട് തോരനും പിന്നെ മട്ടനാണല്ലോ റോസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് വാഷ് ചെയ്തിട്ട് അതിൻ്റെ മീറ്റ് അതെല്ലാം കൂടെ ചേർത്തിട്ട് അരക്കുകയാണ് ചെയ്തത്. ഇച്ചിരി ഉപ്പും ചേർത്തു. അതാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്നെ അവിടെ സോസ് ലിക്വിഡ് ചെയ്ത് പോകും, അത്ര നല്ല ഇരിക്കില്ല. ആ കുഴപ്പമില്ല, നല്ല ചക്കി വെയിറ്റ് ചെയ്യടി. ബേബിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതാ. ഓഹോ, ഇഷ്ടപ്പെട്ടോ? കോഫീന്റെ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടോ? ഫുഡ് അവന് വേണ്ടായിരുന്നു, എന്നാലും പകുതിയൊക്കെ കഴിച്ചു കേട്ടോ. അവന്റെ ഉടുപ്പയിലാക്കി ഉടുപ്പ് മാറ്റി. അടുത്തത് ഇനി ഉറക്കം വരുന്നുണ്ട്. സെറ്റ് ചെയ്യാൻ മാളു തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ? കുഴപ്പമില്ല. ഡിസേർട്ടും കഴിഞ്ഞിട്ട് ഇനി എസ്കുട്ടി ഉറങ്ങാൻ പോണ്ടേ? എസ്കുട്ടിക്ക് നേരത്തെ ഇറങ്ങാം. അവൻ മനഃപൂർവ്വം വെച്ചാണ്. കണ്ടോ ഇതാണ് മൊക്കപ്പാല അല്ലേ, കോഫി ടേസ്റ്റിലുള്ള ചോക്ലേറ്റിന്റെ ബ്രൗണീസ്. നല്ല മോയിസ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഓൾറെഡി നല്ല സ്വീറ്റ് അത്. അപ്പം ബേബി ഉറക്കമായി. അവൻ എല്ലാ ദിവസവും നേരത്തെ രാവിലെ ഡേക്കറി പോകുന്നുണ്ട്. അവൻ 6-7 ഉറങ്ങും. നേരത്തെ ഉറങ്ങും. അപ്പം ഇന്നത്തെ നമ്മുടെ മൊക്കപ്പാല, അതായത് അതിന്റെ ഇംഗ്ലീഷ് പേരെന്നാ? അതിന്റെ പേരെന്നായിരുന്നു? ബ്രൗണീസ്. എല്ലാവരും കഴിച്ചോ? അടിപൊളിയായിരുന്നോ? ഓക്കെ, അപ്പൊ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസത്തിലെ കുഞ്ഞു കുഞ്ഞു ചില നിമിഷങ്ങളൊക്കെ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.